വല്ലാത്ത ഒരു ഗതികേടിലാണ് കേട്ടോ നമ്മുടെ നാടിന്റെ അവസ്ഥ. എവിടെ നോക്കിയാലും ജനങ്ങൾക്ക് പരസ്പരം ഒരു മാനുഷിക പരിഗണന ഇല്ലാത്ത രീതിയിലുള്ള വർത്തമാനങ്ങളും ജീവിത ശൈലികളും. പണ്ടൊക്കെ എന്തെല്ലാമായിരുന്നു, എന്ത് പരസ്പര സ്നേഹമായിരുന്നു. ഇപ്പൊ എല്ലാവരിലും ഒരു ജാതി മനോഭാവവും ഇതൊക്കെ വളരെ നമ്മുടെ സമൂഹം വളരെ ദോഷകരമായ ഒരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹിന്ദുവെന്നും മുസ്ലിമെന്നും ക്രിസ്ത്യാനിയെന്നും ഒക്കെ നമ്മളെല്ലാം ഒരേ മതത്തിൽ ജനിച്ചു, അതുകൊണ്ട് നമ്മൾ ആ മതത്തിൽപ്പെട്ടവരായി എന്നുള്ള ഒരു ബോധ്യം ഇതുവരെ നമുക്കൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു വാസ്തവമായിട്ടുള്ള കാര്യം. ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തരണം ചെയ്യേണ്ട ഒരവസ്ഥ വരുമ്പോൾ ആരിൽ നിന്നാണ് നമുക്ക് ഒരു സഹായം കിട്ടുക എന്നൊന്നും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അവിടെ നമ്മൾ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഇതൊന്നും നമ്മൾ നോക്കിയിട്ട് യാതൊരു കാര്യമില്ല. വളരെ മോശമായിട്ടുള്ള ഒരവസ്ഥയാണ് ഇന്നത്തെ സമൂഹത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ. ഇനി വരുന്ന തലമുറകളെല്ലാം എന്തായിരിക്കും അവസ്ഥ? നമ്മൾ അവരിലേക്ക് ഇതേപോലെയുള്ള ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും ഒക്കെ വിഷം കുത്തി നിറയ്ക്കുമ്പോൾ ഇനിയുള്ള തലമുറകളെല്ലാം ആ ഒരു രീതിയിൽ വളർന്നു വരുമ്പോൾ നമ്മുടെ നാടിന്റെ രാജ്യത്തിന്റെ ഒക്കെ അവസ്ഥ എന്തായിരിക്കും എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? വളരെ മോശമായിരിക്കും. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ദളിതനായാലും ഏത് മതവിഭാഗമായാലും ഏത് രാഷ്ട്രീയമായാലും ഏതായാലും നാമെല്ലാം മനുഷ്യരാണ് എന്നുള്ള ഒരു മാനുഷിക ബോധം, സാമൂഹ്യ ബോധം നമ്മളിൽ ഉണ്ടാവാത്തത്തോളം കാലം നമ്മുടെ സമൂഹം ഒരു കാരണവശാലും രക്ഷപിടിക്കത്തില്ല. ചില സമയത്ത് ഇങ്ങനെ ആലോചിക്കുമ്പോഴൊക്കെ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ നമ്മുടെ അടുത്ത ഏറ്റവും ഒരുപാട് സുഹൃത്തുക്കളും പല പല ജാതി മതവിഭാഗങ്ങളിൽപ്പെട്ട എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആരുടെയും ജാതിയോ മതമോ ഒന്നും നോക്കിയല്ല നമ്മൾ അവരെ ഇഷ്ടപ്പെട്ടിരുന്നതും അവരെ എല്ലാം സ്നേഹിച്ചിരുന്നതും. പക്ഷെ ഇന്ന് ആ ഒരു കാലഘട്ടം എല്ലാം മാറി. ഇപ്പൊ ജാതി നോക്കി സ്നേഹിക്കുക, അങ്ങനെ രാഷ്ട്രീയം നോക്കി സ്നേഹിക്കുക, അല്ലെങ്കിൽ സാമ്പത്തികം നോക്കി സ്നേഹിക്കുക, ആ രീതിയിലേക്ക് ഇന്നത്തെ സമൂഹം മാറിപ്പോയി. വളരെ മോശമായ ഒരു രീതിയാണ് അതെന്നാണ് എനിക്ക് പ്രത്യേകിച്ചും പറയാനുള്ളത്. നമ്മുടെ സമൂഹത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, നമ്മുടെ സമൂഹത്തിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, ഇതിനെ കുറിച്ചൊന്നും നമുക്കിപ്പോൾ ചിന്തയില്ല. ഇപ്പൊ നമ്മൾ FB തുറന്നാലോ ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം നോക്കിയാൽ അതിനകത്ത് ഫുള്ള് മൊത്തത്തിലുള്ള ജാതിയും മതവും രാഷ്ട്രീയവും അതിനെക്കുറിച്ചുള്ള തമ്മിലടിയും മാത്രമേ ഉള്ളൂ. ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കയറി നോക്കിയാലും പരസ്പരം അറിയാത്തവരായിരിക്കും. മനസ്സിലായില്ലേ? പരസ്പരം ഈ പറയുന്ന വ്യക്തികളെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിയാത്തവരാ. പക്ഷെ അവർ തമ്മിൽ ഒരു കാരണമില്ലാതെ അങ്ങോട്ടും ജാതിയും മതവും പറഞ്ഞിട്ട് തെറി വിളിക്കുക. എന്താ ഈ രാജ്യത്തിന്റെ അവസ്ഥ? ഈ നാട്ടിൽ ഈ ജനങ്ങൾ ഇങ്ങനെ എന്താ ചെയ്യും? എല്ലാവർക്കും രാഷ്ട്രീയം വേണം, ജാതി വേണം, മതം വേണം, എല്ലാം വേണം. പക്ഷേ ഇതിന്റെ എല്ലാത്തിനും മുകളിലായിട്ട് ഒരു വസ്തുതയുണ്ട് എന്നുള്ള കേസ് നമ്മൾ മറക്കരുത്.
എല്ലാത്തിനും മുകളിലായിട്ട് മനുഷ്യത്വം എന്നുള്ള ഒരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. അത് നാം മറന്നു പോകരുത്. കുറച്ചു മുമ്പേ ഞാനൊരു FB പേജിൽ കയറി നോക്കി. അപ്പൊ അതിലുമായിട്ട് ഒരാള് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ പോസ്റ്റിന് താഴെ ഇങ്ങനെ ഓരോരുത്തരെയുള്ള കമന്റ് ചെയ്ത് വരുന്നുണ്ട്, ഇതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അത് കഴിഞ്ഞിട്ട് ഇവർ തമ്മിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പരസ്പരം അറിയാത്തവരാ. എന്തിന്റെ പേരില? ജാതിയുടെ പേരില, രാഷ്ട്രീയത്തിന്റെ പേരില. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കഠിനമായിട്ടുള്ള രീതിയിൽ തെറി വിളിക്കുക. ആരെയും അറിയത്തില്ല. ഈ പോസ്റ്റ് ഇട്ട അതിന്റെ താഴെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായ തെറി വിളികളും. പരസ്പരം അറിയാത്ത ആൾക്കാരാ. അവരവരുടേതായ വ്യക്തിത്വങ്ങളിൽ നിന്നും ഞാൻ അതിൽ 2-3 വ്യക്തികളുടെ പ്രൊഫൈലിലേക്ക് കയറി നോക്കി. വളരെ മാന്യമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ആ പ്രൊഫൈലുകളിലുള്ളത്. പക്ഷെ അവരെല്ലാം ഇങ്ങനെയുള്ള പോസ്റ്റുകളുടെ അടിയിൽ വന്നിരുന്ന് കമന്റ് ഇടുന്നത് കണ്ടാൽ നമുക്ക് വളരെ പ്രയാസം തോന്നും. ആ രീതിക്കുള്ള അത്രയും ഹീനമായിട്ടുള്ള രീതിയിലുള്ള പോസ്റ്റുകളും മതവിദ്വേഷവും രാഷ്ട്രീയ വിദ്വേഷം. എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയമില്ലാത്തവരില്ല. പക്ഷെ ഇങ്ങനെയോ വിദ്വേഷമായിട്ടുള്ള രീതിയിൽ നമ്മുടെ സമൂഹം പോയി കഴിഞ്ഞാൽ വളരെ മോശമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം.